ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് അവിടേക്ക് എത്തുമ്പോൾ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. എന്തായാലും ശ്രീകാന്തിനെയും കൊണ്ട് വർഷ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും അവൻ ഇവിടേക്ക് വന്നില്ല, ഇനി എന്തായാലും അവൻ ഇവിടുന്ന് വിടാൻ പോകുന്നില്ല, ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കണം, അതിനുള്ള വഴി എന്തെങ്കിലും നോക്കണം എന്ന് പറയുമ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് വേണ്ട മഹിമ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട, അവന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, എന്തായാലും വർഷ ജീവിക്കേണ്ടത് അവന്റെ കൂടെയല്ലേ, ശ്രീകാന്തിന്റെ വീട്ടിലല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മാറിയൊന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല, നിങ്ങൾ എന്തൊക്കെയോ ഉള്ളിൽ മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മഹിമ. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയാണ്. സച്ചിയാണെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി രാത്രി ഒരുപാട് ഇരുട്ടിയതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അവള് ചെന്നിട്ട് ചോദിക്കാണ്, രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സച്ചിയായിട്ട് ഇത്ര നേരം വൈകിയത്, അപ്പൊ എന്താ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ അത് വർഷയ്ക്കുള്ള സമ്മാനമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ അവളുടെ കണ്ണുപൊത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് പറയുമ്പോൾ, ഇത്ര ദൂരം കണ്ണുപൊത്തി ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ സച്ചിയായിട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ മുറിയിൽ നിന്ന് ഇവിടേക്ക് 100 കിലോമീറ്റർ ഒന്നും ഇല്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ, അതെ അവളിവിടെ ഇല്ല സച്ചിയായിട്ട്, അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ പോയി അതെന്ത്, അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവളുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയി, ശ്രീകാന്തും കൂടെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്, എനിക്ക് അവളുടെ കാര്യത്തിൽ ചെറിയൊരു പേടി തോന്നിയപ്പോഴാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ്. എന്തായാലും സർപ്രൈസ് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇവളങ്ങനെ നോക്കുന്നുണ്ട് രേവതി. അപ്പൊ ആ സമയത്ത് കുറെ കളിപ്പാട്ടങ്ങളൊക്കെയാണ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത്. എന്തിനാ സച്ചേട്ടൻ നല്ല ഭംഗിയുണ്ട്, എന്നാലും എന്തിനാ ഇനിയുണ്ടല്ലോ മാസങ്ങൾ, ഇപ്പോഴേ എന്തിനാ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ വാങ്ങിക്കണം, ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവിടെ വാങ്ങിക്കണം, നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഞാൻ ആക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവര് അകത്തോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ വർഷ രാത്രി സമയത്ത് ഇതുപോലെ വീട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, രേവതിയെയും അച്ഛനെയും അവരെല്ലാവരുടെ ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ ബാക്കിൽ നിന്ന് വർഷയെന്ന് വിളിച്ചുകൊണ്ട് ശ്രീകാന്ത് വരുന്നുണ്ട്. അപ്പം പേടിച്ചു പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് രേവതി ചേച്ചിയെയും അവരൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീ ആ വീട്ടിനോട് എത്രയാ സ്നേഹം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, എന്തായാലും ആ വീട്ടിലെ ഒരു അംഗം നീ ആക്കിയതിൽ നിന്നോട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ വർഷ പറയാണ്, അതെ 2 കാര്യത്തിൽ മാത്രമാണ് എനിക്ക് നിങ്ങളോട് ദേഷ്യം, ഒന്ന് അറിയാലോ എന്തിനാണെന്നുള്ളത്, മറ്റൊന്ന് നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ, അതെന്തായാലും എൻ്റെ ആ ദേഷ്യൻ്റെ ഉള്ളിൽ കിടക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം വീണ്ടും സച്ചിൻ രേവതിയും ആ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞവരങ്ങനെ അവർക്കൊരു കുഞ്ഞില്ലാത്തതിനെ കുറിച്ചും അതുപോലെ അനിയത്തിയുടെ കുഞ്ഞിനെ ലാളിക്കാൻ പെട്ടെന്ന് നമുക്ക് പറ്റുമല്ലോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവരങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ രേവതി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അശോകനെ കണ്ടായിരുന്നു വഴിയിൽ വെച്ചിട്ട്, അപ്പോൾ അത് നിങ്ങളിടക്ക് കാണുന്നതല്ലേ, പിന്നെ എന്നിട്ട് ഇത്ര പറയാനുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതല്ല, അശോകനെ അവിടെ അടുത്തൊരു സ്കൂളുണ്ട്, പരിചയമുള്ള സ്കൂള്, ആ സ്കൂളിലെ മാനേജറുമായിട്ട് നല്ല പരിചയമാണ്, ആ സ്കൂളിൽ ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്, അപ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുവരാം, അതെന്തായാലും അശോകനോട് കൊടുത്ത ജോലിയാണ്, പക്ഷെ അവനിപ്പോൾ നടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ടിരിക്കില്ല, അപ്പോൾ അവന് പോകാൻ പറ്റില്ല, അവൻ എന്നോട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, ഞാൻ വരാമെന്ന് പറഞ്ഞു, ഞാൻ ആ മാനേജറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി വല്ലാതെ ചൂടാവുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, വേണ്ട അച്ഛൻ എന്തിനാ ഈ പ്രായത്തിൽ പോകുന്നത്, റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൺമക്കൾക്കായിരിക്കും അതിൻ്റെ ആൾക്കാർ ഓരോന്ന് പറയും, അവർക്കായിരിക്കും നാണക്കേട്, വേണ്ട അച്ഛൻ പോകുന്നു വേണ്ട, അച്ഛൻ റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ രേവതിയും പറയുന്നുണ്ട്, വേണ്ട അച്ഛൻ പോകുന്നു വേണ്ട. പക്ഷേ സുധി പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞിട്ടിരിക്കുന്നത്, അച്ഛൻ എന്തായാലും പൊക്കോ, ഇത്രയും നാളും ജോലി എടുത്തതല്ലേ, വീട്ടിലിങ്ങനെ ഇരിക്കാൻ ആർക്കാലും ബുദ്ധിമുട്ടുണ്ടാവും, അച്ഛന് കിട്ടുന്ന പൈസ കളയണ്ട, അച്ഛൻ പൊക്കോ അത് തന്നെയാണ് അച്ഛൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്നൊക്കെ ഇങ്ങനെ സുധി പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്, നീ മിണ്ടി പോകരുത്, അച്ഛൻ്റെ റിട്ടയർമെന്റ് പൈസ 50 ലക്ഷം കൊണ്ട് നീ മുങ്ങിയതാണ്, ആ പൈസ ഇപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബസ് മുതലാളിയായിട്ട് ഇരിക്കാമായിരുന്നു, നീയാണല്ല നശിപ്പിച്ചത് എന്ന് പറയുകയാണ്. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്നിട്ട് നീ ഇപ്പം അങ്ങനെ തിന്നണ്ട എന്നും പറയുകയും ചെയ്യുന്നുണ്ട് സച്ചി. അപ്പം ചന്ദ്ര പറയാണ്, എനിക്ക് നിങ്ങൾ ജോലിക്ക് പോണതിലൊന്നും ഒരു വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും 2 മാസത്തെ കാര്യമല്ലേ, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, പക്ഷെ ശമ്പളമൊക്കെ എത്രയുണ്ടെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, നാളെ എന്തായാലും മാനേജറെ ചെന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, എന്തായാലും നാളെ ഞാൻ പോകുമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ സച്ചിക്കും രേവതിക്ക് അത് വിഷമാകുന്നുണ്ട്. സുധി പറയാണ്, എന്തായാലും നന്നായി അച്ഛാ തീരുമാനം,
പിന്നെ തന്നെയല്ല ശ്രുതി മനസ്സിൽ കരുതിയാണ് നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും, എന്തായാലും രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ വാരി വലിച്ച് കഴിക്കുകയാണ് ശ്രുതി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി മകനെ ആദിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ സ്കൂളിലേക്കാണ് വേക്കൻസിയിൽ ഇപ്പോൾ രവീന്ദ്രൻ കയറാൻ പോകുന്നത്. അപ്പോൾ ആദ്യ ഷൂവും ഷോക്സൊക്കെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവിടെ സ്കൂളിൽ ചെന്നിട്ട് ഉള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നല്ല കുട്ടിയായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിമല ആൻറ്റി ആണെങ്കിൽ കുട്ടിയുടെ ബാഗൊക്കെ റെഡിയാക്കി ടിഫിനൊക്കെ വെച്ചിട്ട് ഭക്ഷണം നന്നായി ഫുള്ളായി കഴിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് പഴയ സ്കൂളിലെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടോ മോനെ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ഉണ്ട് എന്ന് ആദ്യം പറയുമ്പോഴും നമുക്ക് ഒരു ദിവസം അവരൊക്കെ കാണാൻ പോകാം എന്ന് പറയുമ്പോൾ ആദ്യം പറയാണ് പിന്നെ ഇവിടെ എൻ്റെ അമ്മയെ തന്നെ കാണാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ ഇപ്പോൾ അവരെ എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.